ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ പ്രശസ്ത ഗ്രന്ഥശാലാ പ്രവർത്തകനായ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. വായന മനുഷ്യന്റെ അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നു. നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്താൻ വായന സഹായിക്കുന്നു. റോസാമിസ്റ്റി ന്യൂസ് പേപ്പർ വായിക്കുകയാണല്ലേ? അതെ. എന്തിനാ ന്യൂസ് പേപ്പർ വായിക്കുന്നത്? ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഈ അറിവ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പത്രം വായിക്കുമ്പോഴാണ്. ജൊഹാൻ, ഇത് കഥാപുസ്തകമാണല്ലേ? അതെ. എന്തുകൊണ്ടാണ് കഥാപുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് അതിൽ നിന്ന് നല്ല ഗുണപാഠങ്ങൾ ലഭിക്കുന്നു. ഹന്ന എന്താണ് വായിക്കുന്നത്? ഞാൻ മഹാന്മാരുടെ ജീവിത ചരിത്രമാണ് വായിക്കുന്നത്. എന്താണ് അത് പ്രത്യേകം തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള കാരണം? ഇവരുടെ ജീവിതം എനിക്ക് പ്രചോദനമാകും. ഹരി, ഏത് പുസ്തകം വായിക്കാനാണ് ഇഷ്ടം? എനിക്ക് സയൻസ് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സയന്റിസ്റ്റുകളുടെ പുസ്തകമാണ് വായിക്കുന്നത്. വായനാദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം നൽകിയ വ്യക്തി ആര്? PN പണിക്കർ. കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ജൂൺ 19. ആരുടെ സ്മരണാർത്ഥമാണ് വായനാ ദിനം ആചരിക്കുന്നത്? PN പണിക്കർ. പുസ്തകങ്ങളെ എന്തിനോടാണ് ഉപമിക്കുന്നത്? നല്ല സുഹൃത്തുക്കളോട്. വായനയിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? അറിവ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എഴുത്തച്ഛൻ. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? PN പണിക്കർ. ലോക പുസ്തക ദിനം എന്ന്? ഏപ്രിൽ 23. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. വായന നമ്മുടെ അറിവും ഭാഷാശേഷിയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഈ വായനാ ദിനം എല്ലാവരിലും വായനയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കട്ടെ. ദിവസവും വായിക്കാനും അറിവ് നേടാനും നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. താങ്ക് യു. നമസ്കാരം. ഞാനിവിടെ നിങ്ങൾക്ക് മുൻപിൽ പറയുവാൻ പോകുന്നത് വായനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായനക്കുള്ള പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നതാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുമെന്ന കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ വരികളാണ്. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് വായന നമുക്കൊരു ശീലമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.